എൻ്റെ ആളിനെ അടിച്ചിട്ടുണ്ട്. അങ്ങനെയും വഴക്കായിട്ടുണ്ട്. ഹസീനയെ മാത്രമല്ല നിങ്ങളെ ഉപദ്രവിക്കുകയായിരുന്നു. എന്തിനാണ് ഇയാളെങ്ങനെ ചെയ്യുന്നത്? മദ്യം കുടിച്ചോണ്ട് വരെയില്ലേ, പൈസ കൂടുതൽ കിട്ടുകയല്ലേ. ഇന്നലെ മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇന്നലെ വിളിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്ത്. അപ്പോൾ ഇന്നലെ ഒരു തമിഴ്നാട്ടിലൊരു നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കിയപ്പോൾ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു പോലീസ്. അപ്പോൾ സുരേഷിനാണെന്ന് വെച്ചപ്പോൾ തിരിച്ചറിഞ്ഞ് സുരേഷിനാണെന്ന്. അപ്പോൾ ചെന്നൈയിലാണ് ആള്. അങ്ങനെ നോക്കിയാലും കൊണ്ടുവരുമ്പോൾ ഈ ദിവസം കഴിയും, പാതിരാക്കാവും ബോഡി കൊണ്ടുവരുമ്പോൾ. നമസ്കാരം. 20 വർഷങ്ങൾക്ക് മുമ്പ് വീട്ടുകാരെ ഒന്നടങ്കം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഹസീന എന്ന് പറയുന്ന യുവതി സുരേഷിനൊപ്പം ഇറങ്ങിത്തിരിക്കുന്നത്, പുതിയൊരു ജീവിതം നയിക്കാൻ വേണ്ടി. ആ കൂട്ടത്തിൽ 4 മക്കൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നു. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. അത്തരത്തിൽ വളരെ സന്തോഷത്തോടെ പോകുകയായിരുന്ന ഹസീനയുടെ കുടുംബത്തിലേക്ക് ചില സംശയങ്ങൾ ഉണ്ടാകുകയും അതേ തുടർന്ന് സുരേഷ് സ്വഭാവത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ നടത്തുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് വളരെയധികം ഞെട്ടിപ്പിക്കുന്ന തരത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു വാർത്ത പുറത്തേക്ക് വന്നത്. സുരേഷ് എന്ന് പറയുന്ന യുവാവ് അയാളുടെ ഭാര്യയെ കഴുത്തറത്ത് കൊല്ലുന്നു. അത് നേരിട്ട് കണ്ട അവരുടെ മകൾ തന്നെ പോലീസിനെ വിവരമറിയിക്കുന്നു. ആ സമയത്ത് ഉടൻ തന്നെ അയാൾ കാറെടുത്ത് സ്ഥലം വിട്ടു എന്നുള്ളതായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്ന വിവരം. എന്നാൽ അയാൾ കാറെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് എന്ന് മനസ്സിലായതോടെ അയാൾ സ്വന്തം ജീവനൊടുക്കി എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. തമിഴ്നാടിന് സമീപത്ത് വെച്ച് അയാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുമ്പോൾ ഇനി ആ 4 മക്കൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ്. ഈ പ്രായപൂർത്തിയാകാത്ത 2 മക്കൾ, 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മറ്റ് 2 മക്കൾ, അങ്ങനെ 4 മക്കളാണ്. ഉമ്മ മരണപ്പെട്ടു, അച്ഛനും മരണപ്പെട്ടു എന്നുള്ള നിലയിൽ ഇപ്പോൾ കഴിയുന്നത്. 2 പേരുടെയും കുടുംബങ്ങൾ ഈ ജാതി മാറി വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ അവരെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നത് നമുക്ക് വ്യക്തമായതാണ്. ആദ്യ ദിവസം തന്നെ മലയാളി വാർത്തയോട് പ്രതികരിച്ച ബന്ധുക്കളും പറഞ്ഞത് അതാണ്. അത് വേറൊരു ജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ ആ മക്കളെയും ഇനി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വളരെ ദുരൂഹമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രശ്നമുള്ള കാര്യമാണ് എന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ആ കൊലപാതകം നടന്ന ആ 4 മാസം മുൻപ് ഈ കുടുംബം താമസത്തിനെത്തിയിട്ടുള്ള ആ വീട്ടിന് സമീപത്താണ്. ഇവിടെയാണ് തിരുവനന്തപുരത്ത് വളരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ ആ ഒരു കൊലപാതക രംഗം അരങ്ങേറുന്നത്. തലേ ദിവസം കുടുംബ വഴക്കിനെ തുടർന്ന് സുരേഷിന് ചില കാര്യങ്ങളിൽ ഈ ഹസീനയെ സംശയമുണ്ടായിരുന്നു. ആ സംശയത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാകുന്നു. ആ വഴക്കിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ വരെ എത്തിയിരുന്നു എന്നുള്ളതാണ് സൂചന. പോലീസ് സ്റ്റേഷനിലെത്തി ഇനി ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് ഒത്തുതീർപ്പാക്കിയതിനു ശേഷമാണ് ഇരുവരും തൻ്റെ മക്കളോടൊപ്പം ചേർന്ന് ജീവിക്കാൻ വേണ്ടി ഈ വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ പിന്നീടും ആ പ്രശ്നങ്ങൾ സംസാര വിഷയമായി. പാതിരാത്രി ഹസീനയുമായിട്ട് വാക്കുതർക്കമാകുന്നു. നേരം വെളുക്കുമ്പോൾ ആ മക്കൾ കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെയാണ്. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മൂത്ത മകൾ ആണ് പോലീസിൽ വിവരമറിയിക്കുന്നത്. എഴുത്തറത്ത് കൊന്ന സംഭവം, അതിലൊരുപാട് ദുരൂഹതകൾ ഉണ്ടായിരുന്നു. ഈ പറയുന്ന ഹസീനയ്ക്കെതിരെ ഒരുപാട് വാർത്തകൾ ഇപ്പോൾ വരുന്നുമുണ്ട്. പക്ഷേ നമ്മൾ കേട്ടതൊന്നുമല്ല സത്യമെന്നാണ് ഇപ്പോൾ ഹസീനയുടെ ഉമ്മയും അവരുടെ ബന്ധുക്കളും ഒക്കെ തന്നെ പറയുന്നത്. ഹസീനയുടെ ഉമ്മയാണ് നമുക്കൊപ്പം ചേരുന്നത്. ഉമ്മ, ഈ പറയുന്നത് പോലെ ഹസീന മോശമായി നടന്നതുകൊണ്ടാണ് ഇയാൾക്കൊരു സംശയം വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്താണ് ശരിക്കുള്ള യാഥാർത്ഥ്യം? അല്ല, ഞാൻ പറയട്ടാ, ഈ മുതലിൽ ഇങ്ങനെ പറഞ്ഞെങ്കിലും പോവുന്നില്ല, ഈ കൊച്ചു പോയിട്ടൊന്നുമില്ല. ചുമ്മാ പറഞ്ഞ് ഉണ്ടാക്കുന്നതാണ് ഭർത്താവ്. അതിനാണ് ചെയ്യുന്നത്, മനസ്സിലായ? ചുമ്മാ പറഞ്ഞ് ഉണ്ടാക്കുന്നതാണ്, അല്ലാതെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ചുമ്മാ പറയുകയും ചെയ്യും. ഇങ്ങോട്ട് ഇറങ്ങിയാൽ കുറ്റം, അങ്ങോട്ട് ഇറങ്ങിയാൽ കുറ്റം, എല്ലാത്തിനും കുറ്റമുണ്ട്. കുറ്റം തന്നെ നമുക്ക് ഇറങ്ങത്തില്ല. ഇവര് സ്നേഹിച്ച് വിവാഹം കഴിച്ചവരാണല്ലോ. നമ്മൾ ആദ്യ ദിവസം ഇവിടെ വന്നപ്പോൾ ചില ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ആരുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല ഈ കുടുംബത്തിനെന്ന്. കണക്ഷൻ ഇല്ലാതെയാണ് 16 വർഷം കണക്ഷൻ ഇല്ലാതെ 16 വർഷം വരെ നമ്മൾ ഈ 4 കുട്ടികളെ വളർത്തിയത്. 16 വർഷം നിങ്ങൾക്കൊപ്പമായിരുന്നു? 16 വർഷം നമ്മൾ ഇപ്പോഴും 3 വർഷമായുള്ള അങ്ങോട്ട് നീങ്ങിയത്. ഇങ്ങോട്ട് വരികയാണ് ഞാൻ. എന്തൊരു കൊണ്ട് കൊടുക്കുക, എടുക്കാനും വരും. പിള്ളേരെ 4 കുട്ടികൾ വളർത്തുന്നത്. ഒരു മൊബൈലിൽ എന്തൊരു കിട്ടും പറഞ്ഞു നോക്കി. ഒരു മൊബൈലിൽ എന്തരാണ് കിട്ടണം? എൻ്റെ ഫോട്ടോ കാണിക്കല്ലേ മക്കളെ. പിന്നെ അതായി വഴക്ക്. അല്ല, അപ്പോ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളത് ഇവര് നേരത്തെ പറഞ്ഞിരുന്നോ? ഈ ഹസീന പറഞ്ഞിരുന്നോ ഇയാളിങ്ങനെ ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളത്? അത് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ചെയ്യണത്. ഉമ്മ കാണേ ചെയ്തിട്ടുണ്ടോ? ഒരു അടുക്കളയിൽ ജോലി ചെയ്യാൻ പറ്റൂല. അങ്ങോട്ട്
അങ്ങോട്ടങ്ങോട്ട് ചുമ്മാ അടുക്കളയിൽ വന്ന് കുത്തി നിൽക്കും. അങ്ങനെയുള്ള തന്നെ അതുകൊണ്ടാണ് അവന് ഒക്കെ തീരെ ഇതായിട്ട് വരണം. മനസ്സിലായ നമുക്ക് 16 വർഷം നോക്കണേന് എത്ര രൂപ ചിലവ് വരും മക്കളെ? ഒരു വീട്ടിലാണ് വാടക പൈസ തന്നെ നമ്മൾ ഇതിലാണ് വരുന്നത്. മനസ്സിലായോ? തരാമെന്ന് പറയണമല്ല, നമ്മളെല്ലാം ഒതുങ്ങും. എൻ്റെ ആൾ ഒതുങ്ങും. എൻ്റെ ആളിനെ അടിച്ചിട്ടുണ്ട്, അങ്ങനെയും വഴക്കായിട്ടുണ്ട്. ഹസീനയെ മാത്രമല്ല നിങ്ങളെ ഉപദ്രവിക്കുകയായിരുന്നു. എന്തിനാണ് ഇയാളെങ്ങനെ ചെയ്യുന്നത്? മദ്യം കുടിച്ചുകൊണ്ട് വരില്ലേ, പൈസ കൂടുതൽ കിട്ടുകയില്ലേ, കിട്ടുമ്പോൾ കുടിക്കും. അങ്ങനെ തന്നെ എൻ്റെ ജോലി. ലഹരിയുടെ പുറത്ത് ചെയ്യുന്നതാണ്, അല്ലാതെ വേറൊരു പ്രശ്നം. ലഹരിയുടെ പുറത്ത് എത്രയോ ഒരു കുടിയാണ്. നമ്മൾ അടുത്തുള്ളവരും ഇതുപോലെ ഒരു അക്രം പിടിച്ചുള്ളൊന്നുമില്ല. അങ്ങനെയാണ് നമ്മളിവിടെ മക്കൾ ഉപദ്രവിക്കായിരുന്നോ? അത് ഇപ്പോഴാണ് കൊണ്ടുവന്നത്. നേരത്തെ ഇപ്പം ഇവിടെ വന്ന ഭയങ്കര കണക്കായിരുന്നു. അവരുപദ്രവിക്കില്ല, മുറി അരച്ചാളായിരുന്നാളെ എല്ലാം ചെയ്യും. എല്ലാവരെയും തലയിലൊക്കെ ഇട്ടൊറ്റ അടിക്കാണ്. ഒറ്റ പറഞ്ഞാലൊന്നും കേൾക്കില്ല. ഉമ്മ ഈ പറയുന്ന പോലെ ഇനിയിപ്പോൾ മക്കളുടെ കാര്യം എങ്ങനെയാണ്? അതാണ് ഇപ്പം പറഞ്ഞ് ഓർമ്മിക്കണം. മക്കൾ എന്തിനാണ് ചെയ്യാനെന്ന് ഞാൻ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ അവർ വന്നാലല്ലേ എല്ലാവരും അവർ മോന് വാങ്ങിച്ചു കൊടുത്താണ് ഇത് 6 ലക്ഷത്തിനുള്ള വീട്. അവർക്ക് മുമ്പ് കൊടുക്കാനുള്ള പൈസ. ഇത് വാടക വീടല്ലേ? ഒറ്റയ്ക്ക്. ഇത് മറ്റേതാണ് വാടകയായിരുന്നു. ഇത് തള്ള ചെയ്തതെന്ന്. അത് തള്ള കൊടുക്കാറുണ്ട്. ഓഹരിയിൽ 5 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വാക്കുണ്ട്. അത് വേറെ ഒരു പേരും അവരെ വീട്ടിൽ പരീക്ഷയ്ക്ക് അത് കൊടുത്തിട്ട് കൂടുതലാക്കി തരാമെന്ന് പറഞ്ഞ് കൊടുത്തു. എന്നിട്ട് കൂടുതൽ കുറേ ആക്കിയിട്ടുള്ളൂ. ഞാൻ 6 കൊടുത്തിട്ടുള്ളൂ, 6 ലക്ഷം കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവർക്ക് പറയാനുള്ളത്. ചേട്ടാ, ഈ പറയുന്നത് പോലെ ഹസീനയെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമായിരുന്നോ? ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ഞാൻ അറിയണം. കാരണം ഞങ്ങൾ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് വന്ന ശേഷമാണ് ഹസീനൻ്റെ ഉമ്മയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. കാരണം അതേ ഒരു വേറെ ടൈപ്പ് ആയതുകൊണ്ടാണ് നമ്മളധികം, കാരണം ഒരു അന്യമതസ്ഥോട് പോയ ഒരാളാണ്. അപ്പോൾ അവളുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ തീരുമാനിച്ചതാണ്. അപ്പോൾ ആ ഇഷ്ടം ഒന്നും അത് എൻ്റെ സ്വഭാവം അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇത്തിരി സംശയമുള്ള ഒരു കൂട്ടത്തിലാണ്. അപ്പോൾ പിന്നെ നമ്മളധികം നോക്കിയില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ അവളുടെ കാര്യങ്ങളൊക്കെ അറിയണത് താത്ത മുഖം, ഞങ്ങളെ താത്താന്നാണ് വിളിക്കുന്നത്. അതായത് ആ താത്തേൻ്റെ ജ്യേഷ്ഠത്തിലെ മോനാണ് ഞാൻ. അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് താമസിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ വിളിക്കുന്ന സമയത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കും. കുട്ടികൾ എന്താണ്, സുഖമാണോ, ഹസീൻ എന്താണ്, സുരേഷ് വർക്കിന് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവർ പറയും. അല്ലാതെ കൂടുതലും സംസാരിക്കുന്നത് എൻ്റെ ഉമ്മയും അനിയത്തിയായിട്ടാണ് സംസാരിക്കുന്നത്. അവരുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ അറിയിക്കാറുള്ളൂ. അപ്പോഴേ ഞാൻ അറിയുന്നത്. അപ്പോൾ ഇവിടെ വന്ന ശേഷമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയണത്. ഈ സംഭവം നടക്കുന്ന അന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നല്ലോ ഇവർ തമ്മിലുള്ള വാക്ക് തർക്കത്തിനെ തുടർന്ന്. അത് എന്തായിരുന്നു സംഭവം? അതിനെക്കുറിച്ച് ഞാനിപ്പം മരിപ്പിനല്ല ഞാൻ എത്തിയത്. ഞാനിവിടെ എത്തിയപ്പോൾ എങ്ങനെ നോക്കിയാലും ഒരു 8 മണിയായി. എനിക്കറിയാം, എനിക്ക് ഇവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയത് 11:30 മണിക്കാണ് കിട്ടിയത്. ഞാൻ ട്രെയിൻ പിടിച്ച് വന്നപ്പോൾ ഒരു 2:30 മണിക്ക് എനിക്ക് ട്രെയിൻ കിട്ടിയത്. അപ്പോൾ ഞാനിവിടെ എത്തിയപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് ഇങ്ങനത്തെ ഒരു 2 ദിവസം മുമ്പ് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് നടന്നിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ എന്തോ ഒരു ഒത്തുതീർപ്പുണ്ടായി കാര്യങ്ങളൊക്കെ അറിയുന്നത്. എന്താണെന്ന് ജസ്റ്റ് എന്നുള്ളത് ഇപ്പോഴും എനിക്കൊരു അറിവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കും പറയാൻ പറ്റുള്ള എന്താണെന്നുള്ളത്. ഈ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് ഹസീന ഇയാൾക്ക് സംശയമായിരുന്നു എന്നുള്ള കാര്യമാണ്. അത് 100% ഉറപ്പാണ്. അത് നമ്മൾ കണ്ടതുമാണ്. കാരണം ഇത് കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസമോ 5 മാസമൊക്കെ ആയപ്പോൾ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ടായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അന്ന് ഞാനും എൻ്റെ ജ്യേഷ്ഠനും കൂടെ ഒന്ന് സംസാരിച്ചതാണ്. അത് ഈ സ്വഭാവമായിട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് മുന്നോട്ട് പോകില്ല. ഒരു വിശ്വാസം ഭാര്യയ്ക്ക് കൊടുക്കണം. അപ്പോൾ ഇടവും വലവും തിരിയാത്ത രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ ആ ലൈഫ് മടുത്തു എന്നൊക്കെ നമ്മളെ പറഞ്ഞ് അത് ക്ലിയർ ആക്കിയതാണ്. അപ്പോൾ എല്ലാം സമ്മതിച്ചാണ്, സുരേഷ് എന്നാൾ സമ്മതിച്ചാണ്. അതിനുശേഷം പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനത്തെ ചേർച്ചകളൊക്കെ സ്വാഭാവികമാണല്ലോ, നമ്മളങ്ങനെ വിചാരിച്ചു. ഇത്ര ഇതാവും എന്നുള്ളത് നമ്മൾ വിചാരിച്ചില്ല. ഇപ്പോൾ സുരേഷും ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സുരേഷിനെ? ഇന്നലെ ഇവിടെ വിളിച്ചപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്തു. മംഗളം
തമിഴ്നാട് പോയി. ഒരു മിനിറ്റ്. മറ്റേ ഇവിടുത്തെ പോലീസ് എവിടുത്തെ? റണികൾ ഇവിടുത്തെ എയർപോർട്ടല്ല. എടാ ഇന്നലെ നമ്മൾ പോയപ്പോൾ ഇന്നലെ മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ വിളിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്ത്. അപ്പോൾ ഇന്നലെ ഒരു തമിഴ്നാട്ടിലൊരു നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പോയി നോക്കിയപ്പോൾ ഫോട്ടോ എനിക്ക് കാണിച്ചു തന്നു പോലീസ്. അപ്പോൾ സുരേഷിനാണെന്ന് വെച്ചപ്പോൾ തിരിച്ചറിഞ്ഞ് സുരേഷിനാണെന്ന്. അപ്പോൾ ചെന്നൈയിലാണ് ആള്. അങ്ങനെ നോക്കിയാലും കൊണ്ടുവരുമ്പോൾ ഈ ദിവസം കഴിയും, പാതിരാക്കാവും ബോഡി കൊണ്ടുവരുമ്പോൾ. ഈ മക്കളുടെ കാര്യം എങ്ങനെയാണെന്ന് എന്തെങ്കിലും തീരുമാനമായോ? തീരുമാനമൊന്നും ആയിട്ടില്ല. മക്കളിപ്പോൾ ഹസീനൻ്റെ ഉമ്മാൻ്റെ കസ്റ്റഡിയിലാണ് ഇപ്പോഴും. പിന്നെ അവർക്കൊരു മോനുണ്ട്, അവർ വേറെ താമസിക്കണത്. തീരുമാനമൊന്നും ആയിട്ടില്ല.